നമസ്കാരം. ഞാൻ വീഡിയോസ് ഒന്നും എടുത്ത് അധികം ശീലമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പം എൻ്റെ വീഡിയോയിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാവരും ക്ഷമിക്കുക. ഫേസ്ബുക്കിൽ ഞാൻ എഴുതുന്ന കാര്യങ്ങൾക്ക് എനിക്കൊരു ലിമിറ്റേഷൻ തോന്നി തുടങ്ങി. കാരണം ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അത്തരം കാര്യങ്ങളൊന്നും എനിക്ക് എൻ്റേതായ രീതിയിൽ വിശദീകരിക്കാൻ എഴുത്തിലൂടെ എനിക്ക് സാധിക്കുന്നില്ല. അപ്പം അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലധികം നമുക്ക് അതിൻ്റെ ഒരു ഇതുള്ള കാരണം കൊണ്ട് യൂട്യൂബിൽ ഇടാം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്നൊരു വിഷയം എന്ന് പറയുന്നത് പ്രേതത്തിനെ കുറിച്ചാണ്. കാരണം എല്ലാവർക്കും സംശയങ്ങളോ അല്ലെങ്കിൽ പേടി അല്ലെങ്കിൽ അത് പ്രേതബാധ ഉണ്ടോ ഇല്ലയോ എന്നുള്ള നിരവധി ചർച്ചകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു സമയമാണ്. അല്ലെങ്കിൽ അത് പണ്ട് മുതലേ ഉണ്ട്. പ്രേതം എന്നുള്ളൊരു സംഭവം നമ്മുടെ കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ മാത്രമല്ല. പ്രേതം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഭൂതം എന്ന് അല്ലെങ്കിൽ ഭൂത് എന്ന് ഹിന്ദിയിലും ഗോസ്റ്റ് എന്ന് ഇംഗ്ലീഷിലും പറയും. അപ്പോൾ ആ ഭാഷകളിലൊക്കെയും ഹിന്ദിയിൽ ഭൂത് എന്ന് പറയുമ്പോൾ അവിടെയും പ്രേതത്തിനെ കുറിച്ച് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയ രീതിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഈ പ്രേതം എന്നുള്ളൊരു സംഭവം കൺസെപ്റ്റിനെ കുറിച്ച് അവിടെ ഉണ്ടല്ലോ. ഗോസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ വരുന്ന സമയത്ത് അതെന്തായാലും ഗോസ്റ്റ് ഉണ്ട് എന്നുള്ളതൊരു വാക്ക്, ഗോസ്റ്റ് എന്നുള്ളൊരു വാക്ക് വരുമ്പോൾ ഈ പ്രേതത്തിന് അല്ലെങ്കിൽ ഗോസ്റ്റിനെ കുറിച്ച് ഇംഗ്ലീഷുകാർക്കും അറിവുണ്ടാവും. അല്ലാതെ ഗോസ്റ്റ് എന്നൊരു വാക്ക് വരില്ല. അല്ലെങ്കിൽ ഏത് ഭാഷ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, അംഗീകൃതമായിട്ടുള്ള ഏത് ഭാഷ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, അംഗീകൃതമല്ലാത്ത ഭാഷകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ പ്രേതം എന്നുള്ള വാക്കിന് പര്യായ പദങ്ങൾ അല്ലെങ്കിൽ അർത്ഥമുള്ള വാക്കുകളുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിവിധ ഭാഷകളിൽ അതിനുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കണമൊന്നുമില്ല. കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോ വളരെ ലോങ് ആയിട്ട് പോകും. പ്രേതത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ അറിയേണ്ട ഒരു കാര്യം, സിനിമ സീരിയലുകളിൽ കാണുന്ന പോലെ വെള്ളശാരി എടുത്ത് വരുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്ന, മനുഷ്യന്റെ ചോര കുടിക്കാൻ വരുന്നൊരു ഭാവം, അതല്ല പ്രേതം. നിലവില് നമ്മളിപ്പോ സയൻസായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന സമയത്ത് ഒരു എനർജീനെ നശിപ്പിക്കാനോ പുതിയതായിട്ട് ഉണ്ടാക്കുന്നതിനോ നമുക്ക് സാധ്യമല്ല. നമ്മളൊരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു മനുഷ്യന് ഒരു എനർജി ഉണ്ട്. ജീവിക്കുന്ന സമയത്ത് ആ ജീവിതം കഴിഞ്ഞ് മരിക്കുന്ന സമയത്ത് ആ എനർജി എവിടെ പോകുന്നു? നമ്മളിപ്പോൾ നടക്കുന്നു, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ നടക്കുന്നു, ചിന്തിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മരണശേഷം അത് ഉണ്ടാകുന്നില്ല. അപ്പം നമ്മൾ നടക്കാനും അല്ലെങ്കിൽ ചിന്തിക്കാനും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആ ഒരു എനർജി മരണശേഷം എവിടെ പോകുന്നു? അതിനെക്കുറിച്ച് സയൻസ് എന്തെങ്കിലും കൃത്യമായിട്ടൊരു മറുപടി തന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഞാൻ ഇന്റർനെറ്റിലും എൻ്റെതായ രീതിയിൽ റിസർച്ച് നടത്തിയിട്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ട് അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ
ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റേ ന്യൂസുകളൊക്കെ കണ്ടിരുന്നു. മരണ പ്രേതം എന്ന് പറയണതുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വിട്ടൊക്കെ. പ്രേതകല എന്ന് പറയണത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് പ്രേതമായിട്ട് മാറും. അതില് ഉപദ്രവകരമായിട്ട് വരുന്ന പ്രേതം എന്ന് പറയുന്നത് ദുർമരണം. അതായത് മറ്റുള്ളവരുടെ പ്രേരണയാല് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരു കാരണവുമില്ലാതെ, പ്രത്യേകിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാരണമില്ലാതെ ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരു പ്രേതത്തിന്, അല്ലെങ്കിൽ ആത്മഹത്യയുള്ള ഒരാളുടെ പ്രേതം നമുക്ക് അങ്ങനെ ഉപദ്രവത്തിൽ വരില്ല. ഞാനിപ്പോ ഈ പറഞ്ഞു വരുന്നത് ഉപദ്രവത്തിൽ വരുന്ന, നമുക്കൊക്കെ സാധാരണ പലരും പ്രശ്നം വെച്ച് നോക്കുമ്പോൾ നമുക്ക് പാതസ്ഥാനത്ത് ഗുളികൻ അല്ലെങ്കിൽ പ്രേതം ഉണ്ടെന്ന് പറയുന്ന ആ ഒരു പ്രേതത്തിനെ കുറിച്ചാണ്. അപ്പൊ അത്തരം പ്രേതകലകള് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ആത്മഹത്യ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ആള് കൊല ചെയ്യപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട വ്യക്തി, ആ വ്യക്തിയുടെ ഭാഗത്ത് ന്യായം ഉണ്ടാവുക. ഇപ്പൊ പറയുമ്പോ ഒരുപാട് പേര് മറ്റേ ദുർമരണങ്ങളുണ്ടാവും, അപകടത്തിൽ കൂടി ഉണ്ടാവും, ഇല്ലെങ്കിൽ വെട്ടിക്കൊല ചെയ്യപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെ ആ കൊല ചെയ്യപ്പെടുന്ന സമയത്ത് കൊല ചെയ്യപ്പെട്ട വ്യക്തിക്കും ഒരു ന്യായം വേണം. ഒരു 5-6 പേരെ കൊന്നിട്ടുള്ള ഒരു ഗുണ്ടനെ വെട്ടി കൊന്നു കഴിഞ്ഞാൽ ആ ഗുണ്ടയുടെ അല്ലെങ്കിൽ ആ ഗുണ്ട പിന്നീട് പ്രേതകലയായിട്ട് ബാക്കിയുള്ളവർ ഉപദ്രവിക്കാൻ വരില്ല. ആള് ജീവിച്ചിരിക്കുന്ന സമയത്ത് നിരവധി പേരെ ഉപദ്രവിക്കുകയും അത്രയും ഇതാക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആളുടെ വെട്ടിക്കൊന്നു. ദുർമരണം തന്നെയാണെങ്കിലും അത് ആ ഒരു ആളുടെ എനർജി, അല്ലെങ്കിൽ ആള് ജീവിച്ചിരിക്കുന്ന ആ ഒരു എനർജി അത് മറ്റുള്ളവർക്ക് ഉപദ്രവമായിട്ട് വരില്ല. പിന്നെ ഞാൻ തുടക്കത്തിലേ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ എല്ലാവരും പറയണ പോലെ, സിനിമയിലും സീരിയലിലും കാണുന്ന പോലെ, ഈ പ്രേതകല വെള്ള സാരി എടുത്ത്, അല്ലെങ്കിൽ വെള്ള ഷർട്ടും വെള്ള മുണ്ടും എടുത്ത് വന്ന്, അല്ലെങ്കിൽ ആൾക്കാരെ വേറെ ആളുടെ ശരീരത്തിൽ കയറി ചോര ഊറ്റി കുടിച്ച്, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഈ പ്രേതകല നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ കയറി കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, 3 തരത്തിലുള്ള മനസ്സുകളുണ്ട്. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അവബോധ മനസ്സ്. ഈ ഉപബോധ മനസ്സിലേക്ക് ആണ് ഈ പ്രേതകല അല്ലെങ്കിൽ ഈ പ്രേതത്തിന്റെ എനർജി കയറാം ഏതൊരു വ്യക്തിയുടെ കയ്യിലും. അപ്പൊ ആ വ്യക്തിനെ പലതരത്തിലുള്ള സ്വാധീനങ്ങളിൽ കൂടെ ആ വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കുന്നതിനും, ആ വ്യക്തിയുടെ സ്വഭാവങ്ങളില് വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നതിനും ഈ പ്രേതകലയ്ക്ക് സാധിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലാണ് ഈ പ്രേതകല കയറിയിട്ടുള്ളതെങ്കിൽ, കയറിയിട്ടുള്ള പ്രേതകല പുരുഷന്റെ ആണെങ്കിൽ, ആ പുരുഷ പ്രേതത്തിന്റെ ബാധ കയറി കഴിയുമ്പോൾ ആ പെൺകുട്ടിക്ക് സ്വാഭാവികമായിട്ടും ആണുങ്ങളുടെ സ്വഭാവം വരും. ആ പെൺകുട്ടിയുടെ നടത്തത്തിന്റെ ശൈലി ആണുങ്ങളുടെ പോലെ നടത്തി, അതുപോലെ തന്നെ ആ പെൺകുട്ടി സ്വഭാവത്തിൽ ആണുങ്ങളുടെ സ്വഭാവം എന്തടി എന്ന് ചോദിച്ചാൽ ആരടാ എന്ന് ചോദിക്കുന്ന ചങ്കൂറ്റത്തോടുള്ള ഒരു സ്വഭാവം, അങ്ങനെയുള്ള സ്വഭാവ വൈകല്യങ്ങൾ വരും. അതോടൊപ്പം തന്നെ വിവാഹ ജീവിതത്തിനോട് വിരക്തി, ആണുങ്ങളോട് വിരക്തി, ആണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ദേഷ്യം, അങ്ങനത്തെ സ്വഭാവ വ്യത്യാസങ്ങൾ വരും. എന്നല്ലാതെ ഒരു പ്രേതബാധ ബാധിച്ചാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ഈ ശാരീരികമായിട്ട്
ഈ പറഞ്ഞ പോലെ കഴുത്തി ഞെരിച്ച് കൊല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതൊക്കെ നമ്മൾ സിനിമ സീരിയലുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സംഭവങ്ങളില്ല. ഇപ്പൊ പ്രേതബാധ ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് അതെങ്ങനെ ബാധിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇതിന്റെ പ്രാഥമിക ലക്ഷണമായിട്ട് നമുക്ക് പറയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് മൈഗ്രെയിൻ, ചെന്നിക്കുത്ത് പോലുള്ള സ്ഥിരമായിട്ടുള്ള തലവേദന വരും. രണ്ട്, അവരുടെ സ്വഭാവം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ പുരുഷ പ്രേതമാണ് അല്ലെങ്കിൽ സ്ത്രീ പ്രേതമായിക്കോട്ടെ, അങ്ങനെ എന്തായിക്കോട്ടെ, അപ്പൊ ആ ഒരു ഇതിനനുസരിച്ച് ആ ഒരു സ്വഭാവത്തിന് വ്യത്യാസങ്ങൾ വരും. അതിനോടൊപ്പം തന്നെ അവർക്ക് ദേഷ്യം, സങ്കടം കൂടുതലായിരിക്കും, അതോ പേടി കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും ആരും വിചാരിക്കാത്തൊരു കാര്യം, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു പ്രേതബാധ ബാധിച്ചുള്ള ഒരു വ്യക്തി നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടി ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ച പാത്രം ഒന്നെടുത്ത് അടുക്കളയിൽ കഴുകി വെക്കാൻ പറഞ്ഞാൽ ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് ആൺകുട്ടിയിലും പെൺകുട്ടിയിലും പാത്രം കഴുകി വെക്കണം. അപ്പൊ ആ കഴുകി വെക്കാൻ പറഞ്ഞാൽ ആ സമയത്ത് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെക്കാളും ഉപരി വേറൊരു സ്വഭാവത്തിലേക്ക് മാറും. നമ്മളൊക്കെ അത് മാനസിക രോഗത്തിന്റെ ഒരു ഇതിലേക്കൊക്കെ എടുക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് സ്വഭാവം മാറും. അവര് പറയുന്ന വാക്കുകൾ ചിലപ്പോൾ തെറിയായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ദഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു സ്വഭാവ വ്യത്യാസങ്ങൾ. പിന്നെ ആത്മഹത്യാ പ്രവണത. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്ന സമയത്ത് ഞാൻ പോയി ആത്മഹത്യ ചെയ്യാണ്. ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. കാര്യമുള്ള കാര്യത്തിനല്ല, കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പ്രേതബാധ ബാധിച്ച വ്യക്തികളുടെ പൊതുവായിട്ടുള്ള വിശേഷങ്ങളാണ്. അവരൊക്കെ പൊതുവായിട്ട് കാണിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയണത്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പ്രശ്നങ്ങൾ നോക്കാൻ വന്നിട്ടുള്ളതും, അല്ലെങ്കിൽ ഞാൻ ബാധ ഒഴിപ്പിക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ളതും, അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കള് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനിപ്പോ ഈ പറയണത്. അപ്പോ ഇങ്ങനെ ഈ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതിനോടൊപ്പം തന്നെ അവര് നല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പഠന വൈകല്യം വരാം. പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ 90% മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന കുട്ടി ചിലപ്പോൾ ഈ പറഞ്ഞ സ്വഭാവങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. സ്വഭാവത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടാകാം, എങ്കിലും തലവേദനയും കാര്യങ്ങളും ഉണ്ടാകാം. പക്ഷെ ആ കുട്ടിക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ 14-15 മണിക്കൂറും പഠിച്ചാലും മുമ്പ് 90% മാർക്ക് വാങ്ങിയ കുട്ടിക്ക് 40-45% മാർക്ക് വാങ്ങാനേ കഴിയുള്ളൂ. ആ കുട്ടി പരീക്ഷ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ആ ഒരു കുട്ടിയുടെ ഒരു പ്രശ്നങ്ങൾ വരാം. അപ്പൊ അങ്ങനത്തെ പല വിധത്തില് ഉള്ള വിഷയങ്ങളായിട്ടാണ്, പല ലക്ഷണങ്ങളായിട്ടാണ് ഈ ഒരു പ്രേതബാധനെ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എനർജിയാണ്. ഈ ഒരു എനർജി ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന എനർജി ഏത് മതവിശ്വാസം ആയിക്കോട്ടെ, ആ മതവിശ്വാസ പ്രകാരം ആ ഒരു എനർജിക്ക് ഒരു തീരുമാനം, അല്ലെങ്കിൽ അതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം, അല്ലെങ്കിൽ ആ എനർജി കയറാനുള്ള ഒരു സ്ഥലം എല്ലാ മതവിശ്വാസങ്ങളിലും കൊടുക്കുന്നുണ്ട്.
ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇത്തരം രീതിയിൽ ദുർമരണം പെടുന്ന അല്ലെങ്കിൽ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം അങ്ങനെ ആ രീതിയിൽ വരുന്ന പ്രേതകലകൾ അല്ലെങ്കിൽ മരണപ്പെടുന്ന വ്യക്തികളുടെ പ്രേതകലകൾ അതിന് ബലം കൂടുതലായിരിക്കും. സാധാരണ പ്രായമായിട്ട് മരിക്കുന്ന ഒരു വ്യക്തിയുടെ ബലമല്ല ഇത്തരം പ്രേതകലകൾക്ക് ഉണ്ടാക്കുക. അപ്പം അതുകൊണ്ടാണ് ഇത്തരം പ്രേതകലകൾക്ക് ബലം കൂടുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആയുസ് എത്തിയിട്ട് മരിക്കണതല്ല. അപ്പം ചോദിക്കും, അപകടത്തിൽ മരിക്കുന്നവർ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വെട്ടുകൊണ്ട് മരിക്കുന്ന ഗുണ്ട, ഇവരൊക്കെ മരിക്കണത് ആയുഷെത്തി മരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രായമായിട്ട് 90-100 വയസ്സായിട്ട് മരിക്കുക എന്നുള്ളതല്ല. പ്രകൃതി ഓരോ മനുഷ്യനും ഒരു ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം ആയുസ് എത്രയാണെന്ന് നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല, നമ്മളല്ലല്ലോ നിശ്ചയിക്കണത്. പക്ഷെ അതിനേക്കാളും ഉപരി ഇങ്ങനത്തെ രീതിയിൽ ഒരാളെ ഇപ്പൊ ഗുണ്ട എന്ന നിരവധി പേരെ കൊണ്ടിട്ടുള്ള ഒരു ഗുണ്ടയുടെ ജീവിതം അല്ലെങ്കിൽ ജീവൻ 30-ാമത്തെ വയസ്സിൽ എടുക്കുന്ന പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ടാവാം. ഒരു തെറ്റും ചെയ്യാത്ത, തെറ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞ തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരുണ്ടാവില്ല, അതല്ല ഞാൻ പറഞ്ഞത്. മറ്റുള്ള ഒരാള് അധികം ഉപദ്രവിക്കാതെ, മനസ്സറിഞ്ഞ് ഉപദ്രവിക്കാതെ നടക്കുന്നൊരു വ്യക്തി അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയോ അവരെ കൊലപാതകം ചെയ്യുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ആ ഒരു സമയത്ത് അത് ശരിക്കും പറഞ്ഞ ദുർമരണം എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇത്തരം പ്രേതബാധകൾ ബാധിച്ചു കഴിയുമ്പോൾ, ഞാനത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വിശദാക്കണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട് ഈ പ്രേതബാധ ബാധിച്ചാലുള്ള പ്രശ്നങ്ങൾ. അതിനോടൊപ്പം തന്നെ ഈ പ്രേതബാധയുടെ പേരും പറഞ്ഞിട്ട് മറ്റുള്ളവരെ പേടിപ്പിക്കുന്ന ഒരുപാട് പേരുകളുണ്ട്. ഈ സിനിമ സീരിയലുകൾ കണ്ടിട്ട് അത് കണ്ട് പേടിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട്. ആരൊക്കെ പറഞ്ഞാലും ഞാൻ കണ്ടിട്ടുള്ളത് നിരീശ്വരവാദികളായിക്കോട്ടെ യുക്തിവാദികളായിക്കോട്ടെ, ഇത്തരം വ്യക്തികളിൽ എല്ലാവരും കൂട്ടിയാലും 95% ആളുകൾക്കും പ്രേതം എന്ന് പറഞ്ഞ പേടി തന്നെയാണ്. ആ 95% പേരിലും 65% ആളുകൾക്കും പ്രേതത്തിനെ പേടിക്കുന്നത് പ്രേതം എന്താണ് എന്നറിയാത്തത് കൊണ്ടാണ്. സിനിമ സീരിയലുകളിൽ കണ്ടത് വെച്ച് വെള്ള ഡ്രസ്സും ഒക്കെ ഇട്ട് വരുന്ന ആ ഒരു കൺസെപ്റ്റായ കാരണം കൊണ്ടുള്ള പേടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേതം എന്നുള്ളൊരു ഇതിനെ കുറിച്ച് നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മളതിന്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ വരുന്ന ആ പ്രേതത്തിനെ സാധാരണ വരുന്ന പ്രേതങ്ങള് നമുക്ക് സുഖമായിട്ട് ഒഴിവാക്കാം. പല വിധാനങ്ങളുണ്ട്. നമുക്ക് പൂജാവിധികളുടെ കൂടെ ഒഴിവാക്കാം. ഇല്ലെങ്കിൽ ചോറ്റാനിക്കര കീഴ്ക്കാവില് ഭജന ഇരുന്നിട്ട് ഒഴിവാക്കാം. ഇപ്പോൾ ചോറ്റാനിക്കര കീഴ്ക്കാവില് ഭജന ഇരിക്കുന്ന സമയത്ത് എല്ലാവരും വിചാരം അതിൻ്റെ ഗുരുതി കൂടിയാൽ മതി. വൈകിട്ട് ഒരു 4 മണി 5 മണി ആകുമ്പോൾ ചെന്ന് ഗുരുതി കൂടി കഴിഞ്ഞാൽ ബാധ ഒഴിഞ്ഞു പോകുമെന്നാണ്. അത് വെറും തെറ്റിദ്ധാരണയാണ്. ഈ സമയത്ത് പറയണം എന്ന് വിചാരിച്ചതല്ലെങ്കിൽ കൂടി ഞാൻ പറയുകയാണ്, ചോറ്റാനിക്കര ഭജന കൂടുമ്പോൾ നട തുറക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഉണ്ടാകണം. അതിനുശേഷം ആ മതിൽക്കെട്ട് വിട്ടു പോകാൻ പാടില്ല. ഗുരുതി കഴിഞ്ഞ് നട അടയ്ക്കുന്ന സമയത്ത് നമ്മൾ ആ മതിൽക്കെട്ട് വിട്ടു പോകാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമാണ് നമ്മളിൽ നിൽക്കുന്ന ആ ഒരു പ്രേതബാധ അവിടെ വിട്ടുപോകും. ചിലപ്പോൾ ഒരു ദിവസത്തെ ഭജന കൊണ്ട് തീരണമെന്നില്ല. പരമാവധി 21 ദിവസം വരെ ചോറ്റാനിക്കര ഭജന ഇരുന്ന് കഴിഞ്ഞാൽ, തുടർച്ചയായിട്ട് 21 ദിനങ്ങൾ ഭജന ഇരുന്നാലാണ് സമ്പൂർണമായിട്ടുള്ള ബാധ ഉച്ചാടനം നടക്കൂ.
പ്രേതബാധകളുടെ കാര്യത്തിലാണ് ഞാൻ പറയണത്. ഇല്ല, നമുക്ക് ചില ബാധകളൊക്കെ നമുക്കറിയാവുന്ന രീതിയിൽ ഇപ്പോൾ റേക്കി ഉണ്ട്, ഹീലിംഗ് ഉണ്ട്, നല്ല ഉപാസകനായിട്ടുള്ള വ്യക്തിയുണ്ട്. അവർക്കൊക്കെയും ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഈ പ്രേതബാധ, സാധാരണ ഒരു പ്രേതബാധ വലിയ ബലമില്ലാത്തൊരു പ്രേതബാധയാണെങ്കിൽ അതിനെ ഒഴിവാക്കി വിടാൻ പറ്റും. അതിനൊരു വിളക്കോ തിരിയോ ഒന്നും കത്തിക്കേണ്ട കാര്യമില്ല, പൂജ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബലമുള്ള പ്രേതബാധ, അറുകൊലകള് അല്ലെങ്കിൽ രക്ഷസ്വഭാവത്തിലുള്ള പ്രേതബാധ, ഇതിനൊക്കെ ഒഴിവാക്കുന്നതിന് നല്ല രീതിയിൽ പൂജയും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. രക്ഷസ്, അറുകൊല അല്ലെങ്കിൽ ആ രീതിയിൽ വരുന്നതിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞ വെച്ചാൽ ചിലപ്പോൾ നല്ലൊരു ഉപാസകനായിട്ടുള്ളൊരു വ്യക്തിക്ക് ചിലപ്പോൾ വെറുതെ ഒന്ന് കൈവച്ച് നെറ്റിയിൽ കൈവച്ച് ഒന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രേതബാധ, ചിലപ്പോൾ ബലമില്ലാത്ത പ്രേതബാധയാണെങ്കിൽ അവിടെ വിട്ടുപോകും. അപ്പോൾ അത്രേ ഉള്ളൂ. ചില നല്ല രീതിയിൽ കർമ്മം അറിയാവുന്ന അല്ലെങ്കിൽ ഇതിനെ ഒഴിപ്പിക്കാൻ അറിയാവുന്ന വ്യക്തികൾക്ക് ഒരു പിടി അരിയോ അല്ലെങ്കിൽ ഒരു കുറച്ച് പൂവോ നെല്ലോ ഈർക്കിലി, നൂല്, അല്ലെങ്കിൽ ഒരു തിരി കത്തിച്ചത്, കോഴിമുട്ട, ചെറുനാരങ്ങ, അങ്ങനെ എന്തായിക്കോട്ടെ, ഇതിലൊക്കെ തന്നെ സാധാരണ രീതിയിൽ നിൽക്കുന്ന പ്രേതബാധകളൊക്കെ ഒഴിപ്പിക്കാൻ സാധിക്കും. മറ്റ് ഇതൊരു എന്താ പറയാ, അങ്ങനെ പേടിക്കേണ്ടതായിട്ടൊരു സംഭവമല്ല ഇത്. സാധാരണ രീതിയിൽ തന്നെ പ്രേതബാധകൾ. പിന്നെ നമ്മൾ ഇത്തരം പ്രേതബാധകൾ സാധാരണ ആൾക്കാരെ ബാധിക്കുക എന്ന് പറയണത്, അല്ലെങ്കിൽ അവർക്ക് ശരീരത്തിൽ കയറുക, ഒന്ന് പാരമ്പര്യമായിട്ട് വരുന്നത്. അതിനെ കുറിച്ച് ഇപ്പൊ വിശദീകരിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്ര ദൈർഘ്യമായിട്ടുള്ളൊരു വീഡിയോ കൂടെ തന്നെ പാരമ്പര്യമായിട്ടുള്ള പ്രേതബാധകളെ കുറിച്ച് വിശദീകരിക്കാൻ പറ്റൂ. അല്ലാതെ ബാക്കിയുള്ളതിനെ കുറിച്ച് പറയാം. നമ്മളെന്തെങ്കിലും കണ്ട് പേടിക്കുക, നമ്മളിപ്പോൾ പ്രത്യേകിച്ചും പുഴ, പാടം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് ഉള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് പേടിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ കയറും. അല്ലെങ്കിൽ ചില ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ വെച്ചാരാധനയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ പേടിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ കയറും. പിന്നെ നമ്മൾ താമസിക്കുന്ന, നമ്മളിപ്പോൾ പുതിയതായിട്ട് വാങ്ങി താമസിക്കുന്ന ഒരു ഭൂമിയാണ് അല്ലെങ്കിൽ വീടാണ്, ഫ്ലാറ്റാണ്, അവിടെയൊക്കെ പ്രേതബാധകളുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക്, മനസ്സിലേക്കൊക്കെ കയറും. ഇങ്ങനെയൊക്കെ തന്നെയാണ് നിലവിൽ ഇപ്പോഴത്തെ ഒരു ആധുനിക കാലഘട്ടത്തിൽ പ്രേതബാധകൾ ശരീരത്തിൽ കയറാം. ഇത്തരം ഇങ്ങനെ കയറുന്ന ബാധകളൊന്നും ഞാൻ പറഞ്ഞ പോലെ പൂർവികമായിട്ട് അല്ല, ആഭിചാര സംബന്ധമായിട്ടല്ല കയറുന്നതെങ്കിൽ ഒന്നും വലിയ ബലമില്ലാത്ത ബാധകളാണ്. ചില മന്ത്രവാദികൾ, എൻ്റെ സുഹൃത്തുക്കളായിട്ട് ചില മന്ത്രവാദികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മുറുക്കിയ തുപ്പിയ പോണ ബാധ എന്ന് പറയും. മുറുക്കി തുപ്പി, അതായത് നമ്മൾ സാധാരണ മുറുക്കാൻ, അത് തുപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുന്ന ബാധ എന്ന് പറയും. ആ ഒരു ബലം തന്നെ ഉള്ളൂ. പക്ഷെ ഈ പ്രേതബാധ വരുമ്പോൾ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ഈ പ്രേതബാധ ബാധിച്ച വ്യക്തി കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങൾ, ദേഷ്യം വന്നു കഴിഞ്ഞുണ്ടാക്കുന്ന മാനസിക വിഭ്രാന്തികൾ, അങ്ങനെ പലതും ഉണ്ടാകാം. അപ്പം അതൊക്കെ കണ്ട് സാധാരണ അവർക്ക് പേടിക്കാം. അങ്ങനെ പേടിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. അതിന് മാത്രമുള്ള വിഷയങ്ങളും അല്ല അത്. ഇത് വെച്ചിട്ട് മുതലെടുക്കുന്ന ആളുകളുണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പം ഇതാണ് പ്രേതബാധകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോ ഞാനൊരു വീഡിയോ എടുക്കണം എന്ന് കരുതിയിട്ട് എടുത്ത വീഡിയോ അല്ല. അപ്പം ഇതില് എന്തെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും ചെയ്യാം. അപ്പം ഞാൻ ചെയ്ത വീഡിയോയില്
പറഞ്ഞ കണ്ടന്റിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം. വീഡിയോയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതി, എൻ്റെ ശൈലി, കാര്യങ്ങൾ അതിനെക്കുറിച്ച് ആരും വിമർശനം വേണ്ട. എന്നെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം ഞാനിങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.